ഹായ് ഡിയേഴ്സ്, നമ്മളിന്ന് പോകുന്ന സ്ഥലം എവിടേക്കാണെന്നറിയോ? ഇത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ടല്ലേ. കുറേ വാഴത്തോട്ടും നാടൻ ഒരു പ്രതീതി വരുന്നുണ്ട്. ഇത് ഇലഞ്ഞിപ്പാറ വാട്ടർഫോൾസ് ഉണ്ടാ ഈ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലം. അപ്പോൾ അവിടെ തൃശ്ശൂർ ജില്ലയിലാണിത് വരുന്നത്. അതേപോലെ തന്നെ നമ്മളെ കൊടകര, ആമ്പല്ലൂർ ആ റൂട്ട് വഴിയാണ് ഇത് ഏറ്റവും എളുപ്പത്തിൽ പോവുക. ആമ്പല്ലൂർ കിഴക്കോട്ടായിട്ട് പോവാം. അങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് 20 കിലോമീറ്ററോ അത്ര ഉണ്ടെന്ന് തോന്നുന്നു, 20-30 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കാർ ഓടിച്ചൊക്കെ ഇതുപോലെ പോകാൻ വളരെ സുഖം കേട്ടോ. കാരണം എന്താണെന്നറിയോ, അധികം തിരക്കില്ലാത്തൊരു ഏരിയയാണ്. ഒന്നാമത് വെള്ളം ഇത്തിരി കുറവാണ് വാട്ടർഫോൾസിന്. അപ്പോൾ അതിൻ്റെയും കൂടിയായപ്പോൾ തിരക്ക്, അല്ലെങ്കിൽ ഭയങ്കര തിരക്കുള്ള ഒരു പ്ലേസാണ്. നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തിരക്കില്ലാത്ത റോഡുകളാണ്. ഒരു പരിധി വരെ ആമ്പല്ലൂർ കഴിഞ്ഞ് പിന്നെ പോയിട്ട് മരവട്ടിച്ചാൽ, എലിഞ്ഞിപ്പാറ അടുത്തൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെ സൈലൻ്റ് ഏരിയ. ആൾ താമസവും കുറവാണ്. കാടും മലയും അങ്ങനെയാണ്. കൃഷിയാണ് അവിടുത്തെ മെയിൻ. റബ്ബർ, അതുപോലെ വാഴത്തോട്ടങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ. പലതരം കൃഷികളാണ്. റബ്ബർ ഓവറില്ല, എന്നാലും കുറച്ചുള്ളൂ. നമ്മൾ ചിമ്മിനി ഡാം പോകുമ്പോഴൊക്കെ കാണുന്ന പോലത്തെ അത്ര ഇതൊന്നുമില്ല കേട്ടോ, റബ്ബറൊന്നുമില്ല. ഒരു ഏരിയ എത്തിയപ്പോൾ കുറേ വീടുകൾ, ഒരു അമ്പലത്തിൽ ഉത്സവം നടക്കുന്നു, അങ്ങനെയൊക്കെ ഉണ്ട്. കണ്ട മലയോര പ്രദേശം, വലിയ മല, അതിൻ്റെ സൈഡിലായിട്ട് നിറച്ച് കവുങ്ങും വാഴയാണ് തോട്ടമായിട്ട് ഏറ്റവും കൂടുതൽ കണ്ടത് കേട്ടോ. കണ്ടോ, കണ്ണെത്തോ ദൂരം വരെ വാഴത്തോട്ടമാണ്. ഒരു രക്ഷയില്ല. എന്ത് ഭംഗിയാണെന്നറിയോ ഒരേപോലെ ഇങ്ങനെ കാണുമ്പോൾ. ഇടയ്ക്ക് കണ്ട ഇതുപോലെ റബ്ബറും ഉണ്ട്. മലകളാണ് കൂടുതലും. നമ്മൾ മലയോര പ്രദേശത്തേക്കാണ് കൂടുതൽ പോയിക്കൊണ്ടിരിക്കുന്നത്. റോഡ് തന്നെ കാണുമ്പോൾ അറിയാമല്ലോ എത്ര ഹൈറ്റിലേക്ക് റോഡ് പോയിക്കൊണ്ടിരിക്കണേന്ന് നോക്കിയാൽ. നല്ല ഹൈറ്റിലേക്കാണ് റോഡ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു സൈഡ് നമ്മൾ താമരശ്ശേരി ചുരത്തിൻ്റെ കഥ പപ്പു സിനിമ പറയണ പോലെ, ഒരു സൈഡിൽ ഭയങ്കര കുയ്യല്ലേ കുയ്യ്, മറ്റേ സൈഡിൽ വലിയ മലയും. കണ്ട, ഒരു സൈഡിൽ ഹൈറ്റും മറ്റേ സൈഡിൽ ഭയങ്കര താഴ്ചയാണ് കേട്ടോ. കണ്ടോ, നല്ല താഴ്ച. ഇപ്പോൾ നമ്മൾ താഴ്ചയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വളവും താഴ്ചയും എല്ലാം കൂടിയാണ് റോഡിന് വന്നിരിക്കുന്നത്. പിന്നെ ലെയറായിട്ട് ഉള്ള റോഡുണ്ട്. ഇപ്പോൾ പൊക്കത്ത് നമ്മളിങ്ങനെ നിൽക്കണമെന്നുണ്ടെങ്കിൽ താഴെ റോഡാണ് ആ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് വേറൊരു റോഡ്. ഇപ്പോൾ വാട്ടർഫോൾസ് ഉള്ള സ്ഥലത്തേക്ക് കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. വണ്ടികൾ പോലെ 2 വീലർ മാത്രമേ പോകുള്ളൂ. ബാക്കി നമ്മൾ നടക്കണം. അങ്ങനത്തെ വഴിയാണ് ഇവിടെ ഉള്ളത്. കണ്ട, ഇതുപോലൊരു ചെറിയ വഴി. എവിടെ നോക്കിയാലും വാഴത്തോട്ടം ഉണ്ട് കേട്ടോ, നന്നായിട്ട്. നമ്മൾ വന്ന വഴികളൊക്കെ കണ്ടു. അതുപോലെ എല്ലാ ഫലവൃക്ഷങ്ങളും നന്നായിട്ട് ഈ ഏരിയയിൽ കഴിക്കുന്നുണ്ട്. മാവായാലും പ്ലാവായാലും എല്ലാം നിറച്ച് കഴിച്ചിട്ടുണ്ട്. ഞാൻ അതിൻ്റെ വീഡിയോസൊക്കെ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട്, ഷോർട്സ് ഒക്കെ ആയിട്ട് ഇട്ടിട്ടുണ്ട്. കണ്ട, ഈ വഴി എന്ന് പറഞ്ഞാൽ ഈ വാട്ടർഫോൾസിൻ്റെ അടുക്കുള്ള കാടാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കാടാണ്. അങ്ങനത്തെ ഈ വഴി ഒരു ചെറിയ വഴിയാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ 2 വീലറൊക്കെ പോവാം. ഒരു പരിധി വരെ കാറിന് പോവാം. അത് കഴിഞ്ഞാൽ പിന്നെ 2 വീലർ വേണം, അല്ലെങ്കിൽ നമ്മൾ നടക്കേണ്ടി വരും. പക്ഷെ കാഴ്ചകൾ കണ്ട് നടന്ന് പോകുമ്പോൾ അറിയില്ല ഇത് എത്രത്തോളം നടന്നു. ഇവിടെ നിന്ന് അങ്ങോട്ട് ഈ ഒരു പ്ലേസ്, നമ്മൾ ഒരു വളവൊക്കെ കഴിഞ്ഞിട്ട് വന്നപ്പോൾ ഈ ഒരു പ്ലേസ് ഉണ്ടോ, ശരിക്കും ഇവിടെ നട്ടിച്ച വെയിലായതുകൊണ്ട് കേട്ടോ. ഒരിത്തിരി വൈകിയ വേളയിലാണെങ്കിൽ പേടി തോന്നും. അതുപോലത്തെ വെറും കാടും മൃഗങ്ങളും ഒച്ചയും വെള്ളം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഈ കാട്ടിലൂടെ കണ്ട അരുവി ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഈ മലകൾ അവിടുന്ന് വാട്ടർഫോൾസിൻ്റെ അവിടുന്ന് വരുന്ന വെള്ളമാണ് കേട്ടോ. അതിലേ ചാല് വഴി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ കാട് കാരണം നമുക്ക് അധികം കാണാൻ പറ്റുന്നില്ല. പിന്നെ വർഷക്കാലത്തെ പോലെ കുത്തൊഴുക്കുണ്ടെങ്കിൽ നല്ല സൗണ്ടിൽ നമുക്ക് കേൾക്കാമായിരുന്നു. അതില്ല, ഇതിലേ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ വാട്ടർഫോൾസ് കണ്ട് ഇഷ്ടപ്പെട്ടൊരു ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കുറച്ച് സ്റ്റിൽസ് എടുത്തതാണ്. ആ സ്റ്റിൽസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നല്ലൊരു പ്ലേസാണ്. എല്ലാവരും അവിടെ പോവുക. കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ.